ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ അതുപോലെ തന്നെ ഗുണ്ടകളും ചേർന്നിട്ട് അനിരുദ്ധന് സാറിനെ പിടികൂടുകട്ടോ ചെയ്യുന്നത്. അങ്ങനെ അനിരുദ്ധനെ പിടികൂടുന്ന സമയത്തിന് ആ ഡിസൈൻ അയാളുടെ കൈവശം ഉണ്ടല്ലോ, അത് കൈക്കലാക്കിയതിന് ശേഷം തന്നെ വേണം അലികയിലെത്തിക്കാൻ. ആ ഒരു ഉദ്ദേശത്തിലാട്ടോ നമ്മുടെ കരീം സാഹിബ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. താൻ കുറേ ദിവസമായല്ലോ, തന്നെ ഞാൻ വെറുതെ വിട്ടതാണെന്ന് അനിരുദ്ധൻ സാറും പറയുന്നുണ്ട്. പക്ഷെ തന്നെ താനല്ല എന്നെ വെറുതെ വിട്ടത്, ഞാനാ തന്നെ വെറുതെ വിട്ടത്. പക്ഷെ അതിലൊന്നും താനൊന്നും പഠിക്കില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട ശിക്ഷ ഞാൻ തരാം. നിങ്ങളെ കയ്യിൽ മോഷ്ടിച്ച ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുപോകാണെന്ന് പറയുന്നു. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് മാനസയുണ്ട് കേട്ടോ ഫോണിൽ. അങ്ങനെ തന്നെ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, അവരും കൂടി ഇത് കേൾക്കട്ടെ എന്ന് കരീം സാഹിബും പറയുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തോളൂ എന്നൊക്കെ ഗുണ്ടകളോട് പറയുമ്പോഴത്തേനും അങ്ങനെ തന്നെ ആ ഒരു അടി നടക്കട്ടെ ചെയ്യുന്നത്. പിന്നീട് കരീം സാഹിബ് ആ ഒരു ഡിസൈൻ എടുത്തുകൊണ്ട് പോവാണ് കേട്ടോ. അതിന് ശേഷം തന്നെ ആ ഫോൺ എടുത്തതിന് ശേഷം തന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നിങ്ങൾ നല്ലൊരു സുഹൃത്താണെങ്കിൽ കുഴപ്പമില്ല, അല്ല നിങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ കൂടുന്നതാണെങ്കിൽ നിങ്ങളെ കാണാനും ഞാൻ വരുന്നതാണ്. ഈ അനിരുദ്ധൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അയാളൊരു കള്ളനാണ്. ഒരാൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ആ ഡിസൈൻ മോഷ്ടിക്കുകയാണ് അയാളുടെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഹേമയും മാനസയാണ്. മാനസ വിഷമത്തോടു കൂടി വന്നിരിക്കുമ്പോഴത്തേനും എന്താ മോളെ നീ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കുന്നത് ചോദിക്കുന്നുണ്ട്. ആ ഡിസൈൻ നമുക്ക് കിട്ടിയില്ല അമ്മേ, ആ കൺമണി വീണ്ടും വിജയിച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, ഇനി നമ്മൾ ഈ കളിക്കൊന്നും നിൽക്കണ്ട, നമുക്ക് തിരിച്ചു പോകാം. അമ്മ വേണമെങ്കിൽ പൊയ്ക്കോളൂ, പക്ഷെ ഞാൻ വരില്ല. കാരണം എനിക്കൊരു ഉദ്ദേശമുണ്ട്, കൃഷിനെ സ്വന്തമാക്കുക. അത് കഴിഞ്ഞിട്ടേ ഞാൻ പോളൂ. ഇതാണ് എൻ്റെ വീടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ദേവജിയെ കാണിക്കുന്നത്. ദേവജി മഹിയനെ വിളിച്ചിട്ട് വീണ്ടും ഫോൺ എടുക്കുന്നില്ല. എന്താണ് അവൻ ഫോൺ എടുക്കാത്തതെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാഗർ പറയുന്നുണ്ട്, ദേവജി ടെൻഷൻ അടിക്കേണ്ട, കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ നടക്കട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കരീം സാഹിബ് അങ്ങോട്ട് വരുന്നത്. അയ്യോ ഇതാരാ കരീം സാഹിബോ എന്ന് പറയുന്നുണ്ട് സാഗർ. എത്ര ദിവസമായി സാഹിബിനെ ഒന്ന് കണ്ടിട്ടെന്ന് പറയുന്നു. നാം ഇവിടെ തന്നെ ഉണ്ട്. കരീം സാഹിബ് നാട്ടിലുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അലികയ്ക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കരീം സാഹിബ് വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇതാ സാഗർ മോനെ ഇത് പിടിക്കെന്ന് പറയുന്നുണ്ട്. ഇതെന്താ സർ എന്ന് ചോദിക്കുമ്പോഴത്തേനും ഇതിലൊരു ഡിസൈൻ ഉണ്ട്, ഇത് കൊണ്ടുവരേണ്ടതായിരുന്നു ഇന്ന് എൻ്റെ ചുമതല, ഇത് നോക്കിയിട്ട് പറയുമെന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം ആ ഡിസൈൻ തുറന്ന് നോക്കുന്ന സമയത്ത് അടിപൊളി ഡിസൈനാട്ടോ. ഇത് കൺമണിയുടെ ഡിസൈനാണ്. അവളുടെ ഡിസൈനാണ് ഈ കമ്പനിയിൽ ഏൽപ്പിക്കാൻ വേണ്ടി തന്നതാണെന്ന് പറയുന്നു. എന്താ ദേവജി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സാഗർ പറയുന്നു കേട്ടോ. അതായത് മഹി പോകുന്ന സമയത്ത് തന്നെ കേണൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. മഹിയുടെ ഒരു കുട്ടിത്തരമൊക്കെ കാണുമ്പോഴത്തേനും കേണൽ പറഞ്ഞു അവൻ്റെ കയ്യിൽ ആ ഡിസൈൻ കൊടുത്തു വിട്ടാൽ ശരിയാവില്ല എന്ന്. അപ്പോഴത്തേനും എനിക്ക് നല്ലൊരു വിഷമം തോന്നി, ടെൻഷനായി. ആ സമയത്ത് ഞാൻ കരീം സാഹിബിനെ വിളിച്ചറിയിച്ചു. ബാക്കി ഞങ്ങൾ പറഞ്ഞു തരാം എന്ന് കരീം സാഹിബ് പറയുന്നു കേട്ടോ സാഗറിനോട്. ഇവൻ്റെ കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരാളുണ്ടായിരുന്നു, വരുൺ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ സുഹൃത്താണ് ഈ അനിരുദ്ധൻ പറഞ്ഞിട്ടുള്ള ഒരാൾ. അയാളാണെങ്കിലോ വാശിയും ദേഷ്യവും പറഞ്ഞ് നടക്കുകയാണ്, കൺമണി എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം എന്നുള്ളത്. അവനാണ് നമ്മുടെ മഹിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തിയത്. അവനെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു ഡിസൈൻ മോഷ്ടിച്ചത്. പക്ഷേ ഇതിൻ്റെ എല്ലാം തലച്ചോറ് വേറൊരാളുടെയാണ്. അദ്ദേഹത്തെ കണ്ടുപിടിച്ചിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക, അപ്പോഴാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നു. പിന്നെ കൺമണി വളരെ നല്ല കുട്ടിയാണ്. ഡിസൈനെ കുറിച്ചൊന്നും എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും അടിപൊളി ഡിസൈനാണ് ഇതെന്ന് പറയുന്നു. പിന്നെ അവളും നിങ്ങളുടെ മകനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അലിക്കയ്ക്ക് വലിയൊരു നേട്ടമായിരിക്കും എന്ന് പറയുന്നു. അപ്പോൾ ദേവജി പറയുന്നുണ്ട്, സാഹിബ് ഒന്ന് മാറി നിൽക്ക് സാഹിബേ, അത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും സാഗറിനൊരു ടെൻഷൻ പോലെ ആവുന്നുണ്ട്. എന്തായാലും ഒന്നും ഞാൻ പറയുന്നില്ല, എന്തായാലും നടക്കട്ടെ കാര്യങ്ങൾ, ഞാൻ പോവാണ്, പോയിട്ട് വേണം മഹി സ്റ്റേഷനിൽ നിന്ന് ഇറക്കി കൊണ്ടുവരാനെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. അപ്പോഴത്തേനും സാഗർ പറയുന്നുണ്ട്, ദേവ്ജി എല്ലാം കൊണ്ടും കൺമണി നല്ലവളാണ്, ഡിസൈൻ അവളെക്കാൾ മോശമായിട്ട് ആർക്കും വരയ്ക്കാനായിട്ട്, അത്രയും നല്ലൊരു ഡിസൈൻ അവൾക്ക് മാത്രമേ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവം അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള കൈകളാണ് നമ്മുടെ കൺമണിയുടെ. പക്ഷേ ഫാമിലിയിലെ കാര്യമായിട്ട് അവളെ ബന്ധിപ്പിക്കരുത് എന്ന് പറയുന്നു. വലിയൊരു ഡിസൈനർ തന്നെയാണ്, അത് ഞാൻ എപ്പോഴും അംഗീകരിക്കും ദേവ്ജി എന്ന് പറയാം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണയും കൺമണിയും കേട്ടോ. ആ ഡിസൈൻ സാഗർ സാറിന് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കൺമണിയെ എടുത്ത് പൊക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പൊക്കിയിട്ട് അച്ഛൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻ, അത് അപ്രൂവലായി എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടിയിട്ട് രണ്ടുപേരും. അപ്പോഴത്തേനും
അത് കേൾക്കുന്ന കൺമണി കൃഷ്ണനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട്. അയ്യോ ഇതെന്താ, ഇപ്പം എനിക്ക് 2 ലോട്ടറി അടിച്ചു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാതെ തന്നെ എനിക്ക് ഈ ഉമ്മ തന്നല്ലോ, അതെന്നെ വലിയ സന്തോഷമല്ലേ എന്ന് പറയുന്നു. അത് ഞാൻ സന്തോഷത്തിൽ തന്നതാണ് സർ എന്ന് പറയുന്നു. അതിനെന്താ കുഴപ്പം, ഞാനും തിരിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നല്ലൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള രംഗമായിട്ട് അവിടെ കാണിക്കുന്നത്. പിന്നീട് അമ്മായിമാരെ കാണിക്കുന്നു. അമ്മായിമാർ ഏട്ടൻ വരട്ടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ കൺമണിയുടെ അച്ഛനും അതുപോലെ ഗോകുലും അങ്ങോട്ട് വരുന്നു. ഏട്ടാ, ആ വരുണിനെ ഇവിടെ തല്ലി പുറത്താക്കണം, 101 പവനും 10 ലക്ഷം രൂപയും തിരിച്ചു കൊടുത്തിട്ടും അവൻ പുറത്ത് പോകുന്നില്ല. ഇത് നമുക്ക് വലിയൊരു നഷ്ടമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ധനലക്ഷ്മിയെ തിരിച്ചു കൊടുത്തിട്ട് അവൻ പോകാത്തതിൻ്റെ കാരണം കൺമണി നേരിട്ട് തരണമെന്ന് പറയുമായിരുന്നു. അപ്പോഴത്തേനും വരുൺ അങ്ങോട്ട് വരുന്നുണ്ട്. മരുമോനെ, നീ ഒരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്, നിനക്ക് കിട്ടേണ്ട കിട്ടിയില്ലേ. അല്ല അമ്മായിച്ച, ഒരു കാര്യമുണ്ട്, ഞാൻ കൊടുത്തത് കൺമണിക്കാണ്, അവൾ എനിക്ക് തരാതെ ഞാൻ തിരിച്ചു പോയില്ല, അതെന്ത് ഏർപ്പാടാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പൊരിഞ്ഞാടി നടക്കുന്നു കേട്ടോ. ആ സമയത്താണ് അച്ഛന് നെഞ്ചുവേദന വരുന്നത്. അങ്ങനെ കോകില് അച്ഛനെ പിടിച്ചൊരു ബെഡിൽ കൊണ്ടുപോയിരുത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാഗറിനെയും അതുപോലെ സുജുവിനോടെയും. സുജു പറയുന്നുണ്ട്, എന്തായി സാഗർ എന്ന് ചോദിക്കുമ്പോൾ അടിപൊളി ഡിസൈനാണ് സുജു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള ഡിസൈൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇതിപ്പോൾ എന്താ അതെന്തായാലും അയക്കാൻ എനിക്ക് അത്രയും താല്പര്യമുണ്ട്. മിടുക്കിയാണ് അവൾ നമ്മുടെ കലികയ്ക്ക് ഒരു വളരെ നേട്ടങ്ങൾ മാത്രമേ തരുള്ളൂ എന്ന് പറയാം കേട്ടോ. ഇതെല്ലാം തന്നെ കേൾക്കുന്ന മാനസ അവിടെ നിന്ന് ആകെ ടെൻഷനായി നിൽക്കുന്നു. അപ്പോഴത്തേന് സുജു പറയുന്നുണ്ട്, സുജു നീ വിഷമിക്കേണ്ട കേട്ടോ, പിന്നെ വേറൊരു കാര്യം ഇതിൽ ബന്ധിപ്പിക്കുന്നില്ല, പിന്നെ സാഗർ വേറെ ഒന്നല്ല, കൃഷ്ണൻ കൺമണി ഒരു സ്ഥലത്താണ് എന്ന് പറയുന്നു. ആ സ്ഥലത്തായതുകൊണ്ടാണ് അവൾക്ക് അത്രയും നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ സാധിച്ചതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. പക്ഷേ അവരൊറ്റയ്ക്ക് അവിടെ പേടിക്കാനൊന്നുമില്ല സുജു. അവിടെ ഒരു കേണൽ പറഞ്ഞിട്ട് ഒരാളുണ്ട്, അയാൾ അറിയാതെ ഒരു കാര്യം നടക്കില്ല, നീ എന്താ ഉദ്ദേശിക്കുന്നൊന്നും നടക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ സുജു പറയുന്നുണ്ട്, മാനസം ഒരു പാവമല്ലേ, അവളുടെ മനസ്സിപ്പോൾ എത്ര വിഷമിക്കുന്നുണ്ടാവും, അവളൊരു പെൺകുട്ടിയല്ലേ, കല്യാണം ഉറപ്പിച്ച കുട്ടിയല്ലേ എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് കൃഷ്ണനെ ഇങ്ങോട്ട് വരുത്തിക്ക് സാഗർ എന്ന് പറയുന്നു. സുജുവിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ ദേവിജിയോട് പറഞ്ഞിട്ട് കൃഷ്ണൻ കൺമണി തിരിച്ചു വന്നോട്ടെ എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് നമ്മുടെ കൺമണിയുടെ അച്ഛനെയും ഗോകുലിനെയും കാണിക്കുന്നുണ്ട്. ഇപ്പം നെഞ്ചുവേന കുറവുണ്ടോ അച്ഛൻ ചോദിക്കുമ്പോൾ കുറവുണ്ട്, പ്രശ്നമൊന്നുമില്ല മോനെ, മോൻ പോയി പഠിച്ചോ എന്ന് പറയുന്നു. വേണ്ട അച്ഛൻ, ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്, അച്ഛന് വയ്യല്ലോ, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ. അയ്യോ അപ്പ വിളിക്കുന്നുണ്ടല്ലോ, ആ മോനെ ഫോൺ അറ്റൻഡ് ചെയ്യും, മാത്രമല്ല സ്പീക്കറിലിട്ടോ, പിന്നെ നമ്മളുടെ ഇവിടുത്തെ കാര്യങ്ങൾ, അതായത് വരുൺ ഇവിടെ ഉള്ള കാര്യമൊന്നും കൺമണിയോട് പറയരുത് കേട്ടോ എന്ന് പറയുന്നുണ്ട്. അതെന്താ അച്ഛ, അവൾ വിഷമിക്കോടാ, നല്ലൊരു ഡിസൈൻ വരയ്ക്കാൻ പോയതല്ലേ, അവളുടെ ആ കാര്യം നടന്നിട്ട് വരട്ടെ എന്ന് പറയുന്നു. അങ്ങനെ കൺമണി വിളിക്കുന്ന സമയത്ത് തന്നെ അപ്പേ എന്ന് പറയുമ്പോൾ, മോനെ നീ അച്ഛൻ്റെ അടുത്ത് തന്നെയാണോ, ഞങ്ങൾ അച്ഛനും ഞാനും ഇവിടെ ഇരിക്കുകയാണ്, സ്പീക്കറിലാട്ടോ ഇട്ടിരിക്കുന്നത്, ഞാൻ അച്ഛനോട് പേഴ്സണലി സംസാരിക്കുന്ന സ്പീക്കറൊക്കെ ഓഫാക്കിയിടാം, അതൊന്നും ആവശ്യമൊന്നുമില്ല, 2 പേരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അപ്പിക്ക് പറയാനുള്ളൂ എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പിന്നീട് പറയുന്നുണ്ട്, മോളെ എന്തൊക്കെയുണ്ട് ആയി എന്ന് പറയുമ്പോൾ, അച്ഛാ ഒരു സന്തോഷ വാർത്തയുണ്ട്, സാഗർ സാർ എൻ്റെ ഡിസൈൻ കണ്ട് അപ്രൂവ് ചെയ്തു, എനിക്ക് ഒത്തിരി സന്തോഷം, എന്നെ ഒരുപാട് പുകഴ്ത്തി എന്നൊക്കെ പറയുന്നുണ്ട്. മോളെ നമുക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ തൊഴിൽ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോൾക്ക് കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ സന്തോഷം. അപ്പയ്ക്ക് ഞങ്ങളെയൊന്നും വേണ്ടല്ലോ, അപ്പോൾ ക്രിസ്താറിൻ്റെ കൂടെയല്ലേ ജീവിതം, നിങ്ങൾ വേണ്ടാതെ അപ്പയ്ക്ക് എന്ത് ജീവിതമാണ് ഉള്ളത്, പിന്നെ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇവിടെ ഒരു പ്രശ്നമില്ല മോളെ, നല്ലപോലെ നടക്കുന്നു എന്ന് പറയുന്നു കേട്ടോ. എന്നാൽ ശരി അച്ഛാ, പിന്നെ വിളിക്കാമെന്ന് പറയുന്നു. അപ്പോഴത്തേനും ഗൂഗിൾ പറയുന്നുണ്ട്, അപ്പയോട് പറയണമായിരുന്നു അച്ഛാ എന്ന് പറയുന്നുണ്ട്. വേണ്ട മോനെ, പിന്നീട് ആവട്ടെ എന്ന് പറയാണ്. പിന്നീടും നമ്മുടെ സുമിത്രയും പാലുവിനെയും കാണിക്കുന്ന ക്രിമിനൽ ലോയർ വിളിക്കുന്നു. എന്തായി സർ കാര്യങ്ങളൊക്കെ, നാളെ എന്തായാലും ബലരാമൻ പുറത്തിറങ്ങും, സാഗറിനെ കൊല്ലും, അതിനുള്ള ഗുണ്ടകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, മാത്രമല്ല ബലരാമൻ എന്തായാലും ഇറങ്ങിയ ആ വീട്ടിലേക്ക് വരില്ല, അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് സർ, എന്തായാലും വരില്ല എന്നുള്ളത് ഉറപ്പാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പിന്നെ എനിക്ക് തരാനുള്ള പൈസ തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കാര്യങ്ങൾ നല്ല രീതിക്ക് നടത്തും, അത് ക്യാഷായിട്ടോ അല്ലെങ്കിൽ ചെക്കായിട്ടോ എന്തായാലും വേണ്ടില്ല എന്ന് പറയുന്നു. പൈസയെക്കുറിച്ച് വക്കീൽ പേടിക്കേണ്ട എന്ന് പറയുന്നു. എന്നാൽ കാശിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ, വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു. ആ സമയത്ത് ഭാഗ്യശ്രീ പറയുന്നുണ്ട്, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്നുണ്ട്, അങ്ങനെയെങ്കിലും ഭാഗ്യശ്രീക്ക് പുറത്തിറങ്ങാം, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ സുമിത്രയോട് പാല് പറയുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും, ഇത്രയും നേരം പൂട്ടിയിട്ടിട്ട് ഒന്നും കൊടുക്കാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഭക്ഷണമായിട്ട് പോകുന്ന സുമിത്രയെ തള്ളിയിട്ടിട്ട് ഭാഗ്യശ്രീ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ബാലു അവളെ പിടിക്കുന്നുണ്ട്, പക്ഷെ ബാലുവിനെ തള്ളിയിട്ടിട്ട് ഭാഗ്യശ്രീ പുറത്തേക്ക് ഓടുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് പെട്ടെന്ന് തന്നെ ആ ലോയറിനെ അറിയിക്കണം, അവളെ പിടികൂടണം, അല്ലാതെ രക്ഷയില്ല എന്ന് പറയുന്നു. അങ്ങനെ അയാളുടെ വീട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയുന്നു. എന്നാൽ ഞാൻ അവളുടെ തെരച്ചിൽ തുടങ്ങാനായിട്ട് പോകുന്നു, അവൾ പുറത്തിറങ്ങിയ പ്രശ്നമാണെന്ന് പറയാം കേട്ടോ.
അതിനുശേഷം പിന്നെ നമ്മുടെ സാഗറിനെ കാണിക്കുന്ന കേട്ടോ. സുജു കിടന്നുറങ്ങുന്ന സമയത്ത് തന്നെ സാഗർ ഒരു ഞെട്ടിക്കുന്ന സ്വപ്നം കണ്ട് എണീക്കുന്നു. എന്ത് പറ്റി സാഗർ, എന്താ വിഷമം എന്ന് ചോദിക്കുമ്പോഴത്തേനും ബലരാമൻ എന്നെ കൊല്ലുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്. ഞാൻ അവനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി പോയപ്പോൾ എന്ന് വിളിച്ചപ്പോഴത്തേനും അവൾ ആകെപ്പാടെ പ്രശ്നമാക്കി. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൻ എന്നെ കുത്തിയതായിട്ടാണ് ഞാൻ സ്വപ്നം കണ്ടത്. അതൊന്നും ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. പിന്നെ കൃഷി പുറത്തിറങ്ങിയിട്ട് വിഷമത്തോടു കൂടി ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കൺമണിയും അതുപോലെ തന്നെ അങ്ങോട്ട് വരുന്നത്. എന്ത് സാർ, എന്ത് പറ്റിയെന്ന് പറയുന്നു. ഒരു സ്വപ്നം കണ്ട് എണീറ്റതാണ്. അച്ഛനെ അപായപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നുണ്ട് കൺമണി, എനിക്ക് ഉറക്കം വരുന്നില്ല, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാതെ ഞാൻ പുറത്തിറങ്ങി നിന്നാന്ന് പറയുന്നു. എന്തായാലും അപകട സൂചന അച്ഛനും മകനും കിട്ടിക്കഴിഞ്ഞു. എന്തായാലും ബലരാമൻ ഒരിക്കലും നമ്മുടെ സാഗറിനെ കൊല്ലില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്ന പ്രമോ ആയിട്ട് കാണാം.